എല്ലാവർക്കും നമസ്കാരം, ഹാപ്പി വിഷു. ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. കന്യാകുമാരിയിൽ നിന്ന് ലേയിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. വണ്ടിയിലെല്ലാം സാധനങ്ങൾ ലോഡ് ചെയ്ത് കഴിഞ്ഞു. അത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇത് ജസ്റ്റ് ഒരു സ്റ്റിക്കർ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ലോഡ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ. ഇതിനകത്തിന് കുറച്ച് സാധനങ്ങൾ വെക്കാനുണ്ട്. സ്പെയർ വീലാണ് എമർജൻസി ആയിട്ട് ഒരു കരുതാൻ വേണ്ടി പറഞ്ഞിരുന്നത്. ഇതെല്ലാം ഉള്ള ചാർജിങ് അഡാപ്റ്റർ, പിന്നെ ഇവിടെ ഒരു എക്സ്റ്റൻഷൻ കോഡുണ്ട്. പിന്നെ അത്യാവശ്യം ബാക്കിയുള്ള നമ്മുടെ ലഗേജുകളാണ്. ഇനി കുറച്ച് ലഗേജ് ഉണ്ടായിരുന്നു, അത് നേരെ ഡൽഹിയിലേക്ക് അയച്ചിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് ഫ്രണ്ടിൽ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഫ്രണ്ടിൽ ബോണറ്റിനകത്ത് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു, അതെന്തായാലും ഉപകാരപ്പെട്ടു. ബോണറ്റിനകത്തുള്ള സ്പേസിൽ ഇതിനകത്ത് ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറുണ്ട്, മിക്സിയുണ്ട്, പിന്നെ അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ബാക്കിൽ കണക്കുള്ളതുണ്ട്, വെളിച്ചെണ്ണ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് ഇത് നമ്മുടെ ഇവിടുത്തെ വീട്ടിലുള്ള ഹോം ചാർജറാണ്. ഈ വണ്ടിയുടെ കിട്ടിയേക്കുന്ന ചാർജറാണ്. ഇത് 11 കിലോവാട്ടിൻ്റെ ചാർജറാണ്. ഈ ചാർജർ വെച്ചിട്ട് ഇപ്പം നമ്മൾ ഫുൾ ചാർജ് ആക്കിയിട്ടുണ്ട്. കിലോമീറ്റർ വന്നിട്ട് 74,078 കിലോമീറ്ററാണ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഫുൾ ചാർജ് ആയിട്ടുണ്ട്. 100% ചാർജ് ഉണ്ട്. 100% ചാർജിൽ 483 കിലോമീറ്റർ ഓടുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അത് എ സിയിൽ 483 കിലോമീറ്ററും എ സി ഇല്ലാതെ 556 കിലോമീറ്റർ ഓടുമെന്നും പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ചാർജറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഇതാണ് വീട്ടിൽ കണക്ട് ചെയ്ത ചാർജർ. ഇത് വന്നിട്ട് 11 കിലോവാട്ടിൻ്റെ ചാർജറാണ്. ഏകദേശം ഒരു 6 മണിക്കൂറോളം എടുക്കും ഇത് ഫുൾ ചാർജ് ആവാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കന്യാകുമാരിയിൽ നിന്നാണ്. കന്യാകുമാരിയിൽ നിന്ന് ലേയിലേക്കാണ് പോകാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനകത്ത് ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി മുമ്പോട്ടുള്ള ചാർജറുകളെല്ലാം തന്നെ പരിചയപ്പെടുത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഇനി അപ്ഡേറ്റഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.